വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകുന്നു. വർണ്ണവർഗ ദേശഭാഷ വ്യത്യാസമില്ലാതെ അവർ മക്കയിൽ ഒരുമിച്ച് കൂടുന്നു. കഅബയും അറഫയും മിനയും മുസ്ദലിഫയും ചേരുന്ന ഹജ്ജ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമങ്ങളിലൊന്നാണ്. നമുക്ക് ഹജ്ജിലൂടെ സഞ്ചരിക്കാം. ഇഹ്റാമിൻ്റെ വേഷം ധരിക്കുന്നതോടെ ഹജ്ജിൽ പ്രവേശിക്കുന്നു. ഇഹ്റാം ചെയ്യുന്ന ഇടങ്ങളാണ് മീഖാത്തുകൾ. യലംലമിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നെത്തുന്നവർ ഇഹ്റാം ചെയ്യുന്നത്. ലബ്ബൈക്ക ചൊല്ലി ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. മക്കയിലെത്തുന്നതോടെ ഹാജിമാർ കഅബ പ്രദക്ഷിണം ചെയ്യുന്നു. ആദ്യമായി ഹറമിലെത്തുമ്പോഴുള്ള ത്വവാഫാണ് ഈ കഅബ പ്രദക്ഷിണം. ശേഷം സഅയ്. ദാഹിച്ചു വലഞ്ഞു കരഞ്ഞ കുഞ്ഞുമോൻ ഇസ്മായിലിന് ദാഹജലം തേടി സ്വഫാ മർവ കുന്നുകൾക്കിടയിൽ ഉമ്മ ഹാജറ റളിയല്ലാഹു അൻഹ സഞ്ചരിച്ചതിൻ്റെ സ്മരണ പുതുക്കിയാണ് ഹാജിമാർ സഅയ് നിർവഹിക്കുന്നത്. ദുൽഹിജ 8 ഹജ്ജിൻ്റെ മറ്റു കർമ്മങ്ങളിലേക്ക് നീങ്ങുന്നു. ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടുന്നു. അന്ന് രാത്രി അവിടെയാണ് താമസം. ദുൽഹിജ 9 അറഫയിലേക്കുള്ള പുറപ്പാടിൻ്റെ ഒരുക്കങ്ങളിലാണ് ഹാജിമാർ. ഉച്ചയോടെ അറഫയിലെത്തുന്നു. കാൽനടയായും വാഹനത്തിലേറിയും ഹാജിമാർ അറഫയിലേക്ക് ഒഴുകുന്നു. ലോക മുസ്ലിംകളുടെ ഏറ്റവും വലിയ സംഗമത്തിനാണ് ലോകം സാക്ഷിയാവുന്നത്. ഈ സംഗമത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിശ്വാസികൾ ആ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു. ലക്ഷക്കണക്കിന് മുസ്ലിംകൾ ഒരേ സമയം നാഥനിലേക്ക് കൈകളുയർത്തുന്ന ദിവസമാണിത്. വേഷഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന നേരം. മാനവികതയുടെയും മനുഷ്യാന്തസ്സിൻ്റെയും പ്രതീകമാണ് അറഫ. പരസ്പരം പ്രാർത്ഥിച്ചും തമ്മിൽ പുഞ്ചിരിച്ചും മനുഷ്യാവസ്ഥയുടെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാണ് അറഫ പങ്കുവയ്ക്കുന്നത്. തിരു റസൂൽ അറഫ കുന്നിൽ നിർവഹിച്ച പ്രഭാഷണത്തിൻ്റെ മാതൃക പിൻപറ്റി ഓരോ വർഷവും അറഫ പ്രഭാഷണം നടക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നതോടെ അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങും. ജനലക്ഷങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ മന്ത്രമുരുവിട്ട് നീങ്ങുന്ന മനോഹര ദൃശ്യം. പിശാചിൻ്റെ പ്രതീകങ്ങളിലേക്ക് എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് ഇവിടെ നിന്നാണ്. ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത്വ, ജംറത്തുൽ ഊല എന്നിവിടങ്ങളിൽ ഹാജിമാർ തക്ബീർ ചൊല്ലി കല്ലേറ് നിർവഹിക്കുന്നു. പിന്നീട് ബലികർമ്മത്തിലേക്ക്. ബലിമാംസം ദരിദ്രജനങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും സൗദി ഗവൺമെൻറ് കയറ്റി അയക്കുന്നുണ്ട്. ശേഷം ഹാജിമാർ തലമുടി കളയുന്നു. ഒരിക്കൽ കൂടി കഅബയെ പ്രദക്ഷിണം ചെയ്ത് ഹാജിമാർ മിനയിലേക്ക് നീങ്ങുന്നു. 3 ദിവസം ഹാജിമാർ മിനയിലാണ് താമസം. ജംറകളിലെ കല്ലേറുകളാണ് ബാക്കിയുള്ള കർമ്മം. ദുൽഹിജ 13 കല്ലേറ് കഴിയുന്നതോടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നു. ഒടുവിൽ ഒരിക്കൽ കൂടി കഅബയെ പ്രദക്ഷിണം ചെയ്ത് ഹാജിമാർ മക്കയിൽ നിന്ന് തിരിക്കുന്നു. മദീനയിലെത്തി മുത്തുനബിയെ കൂടി സന്ദർശനം ചെയ്താണ് ഹാജിമാർ നാട്ടിലേക്കുള്ള തിരികെ യാത്രയ്ക്കൊരുങ്ങുന്നത്. അപരാധങ്ങളിലേക്ക് ജീവിതം വഴുതിപ്പോയ മനുഷ്യരും ഹൃദയത്തിന് കൂടുതൽ തെളിച്ചം തേടുന്നവരുമാണ് മക്കയിലേക്ക് ഒഴുകുന്നത്. ഹൃദയം നുറുങ്ങി സ്രഷ്ടാവിനോട് പ്രാർത്ഥനകൾ നിർവഹിച്ച് ആത്മനിർവൃതിയോടെയാണ് ഓരോ ഹാജിയും മക്കയോട് യാത്ര പറയുന്നത്. ഇനിയും ഈ വിശുദ്ധ ഭൂമിയിലേക്ക് തിരിച്ചു വിളിക്കണേ എന്ന കണ്ഠമിടറിയുള്ള പ്രാർത്ഥനയോടെയാണ് അവർ വീടണയുന്നത്.